നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നഗരമധ്യത്തിൽ വടക്കേ അങ്ങാടി കവലയ്ക്ക് കിഴക്ക് പണ്ടകശാലപ്പറമ്പിൽ വീട്ടിൽ സജി എന്ന വീട്ടമ്മ ഭർത്താവ് സോണിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തെളിഞ്ഞത് മകൾ മീഷ്മയുടെ നിശ്ചയദാർഢ്യം. +2 പഠനശേഷം വിദേശത്ത് പഠനത്തിന് ഭാഷാ പഠനം വിജയകരമായി പൂർത്തിയാക്കി യാത്രയ്ക്ക് ഒരുങ്ങുമ്പോഴാണ് അച്ഛന്റെ ക്രൂരത മകളെ തകർത്തത്. എല്ലാം മനസ്സിലൊതുക്കാൻ ശ്രമിച്ചെങ്കിലും സ്വന്തം മകളെയും വകവരുത്താൻ അച്ഛനൊരുങ്ങി, ഭീഷണിയും പെടുത്തി. ഇതോടെ മീഷ്മയെല്ലാം തുറന്നു പറയുകയായിരുന്നു. വിദേശ ജോലിയിലായിരുന്ന സഹോദരൻ ബെന്നോബി പി ഉൽഹന്നാൻ സംഭവശേഷം നാട്ടിലെത്തിയത്. അമ്മയുടേത് അപകട മരണമല്ലെന്നും അച്ഛൻ ആക്രമിച്ചത് മൂലമാണെന്നുള്ള മകളുടെ വെളിപ്പെടുത്തൽ ശരിയെന്ന് തെളിയിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. സജി മരിച്ചത് ആക്രമണത്തിൽ തലയുടെ വലതുഭാഗത്തേറ്റ പരിക്കും തലച്ചോറിനും തലയോട്ടിക്കുമിടയിലെ ഞരമ്പുകൾ പൊട്ടിയുള്ള ആന്തരിക രക്തസ്രാവം മൂലമാണെന്നാണ് കണ്ടെത്തൽ. വീഴ്ചയിലുണ്ടായ പരിക്കല്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ജനുവരി 8-നാണ് സജി ഭർത്താവിന്റെ ആക്രമണത്തിനൊടുവിൽ ഇരയായത്. കോണിപ്പടിയിൽ നിന്ന് വീണ് പരിക്കേറ്റെന്നാണ് ചികിത്സയ്ക്ക് എത്തിയപ്പോൾ ആശുപത്രി അധികൃതരോട് പറഞ്ഞത്. പുറമേ പരിക്കൊന്നും ഇല്ലാതിരുന്നതിനാൽ ഇവർ മുഖവിലിക്ക് എടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച സജി മരിച്ചതോടെ സാഹചര്യം മാറി. സജിയെ സോണി തള്ളിയിട്ടെന്നും തല ഭിത്തിയിലിടിപ്പിച്ചെന്നുമാണ് ദൃക്സാക്ഷിയായ മകൾ മീഷ്മ പോലീസിനെ അറിയിച്ചത്. ഇതോടെ സത്യം പുറത്തായി. ആർഡിയോട് അനുമതി വാങ്ങി സെമിത്തേരിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഇതോടെ മരണകാരണം ആക്രമണമാണെന്ന് തെളിയിച്ചു. സോണി അറസ്റ്റിലുമായി. ഭാരതീയ ന്യായ സംഹിത 105-ാം വകുപ്പ് പ്രകാരം കൊലപാതകമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസ്. കുറ്റം തെളിഞ്ഞാൽ ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത്. തലക്കേറ്റ പരിക്കുകളോടെ ജനുവരി 8-നാണ് സജിയെ ഭർത്താവും മകളും ചേർന്ന് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത്. പരിക്കിന് കാരണം വീട്ടിലെ കോണിപ്പടിയിൽ നിന്ന് വീണതാണെന്നാണ് പോലീസിലും ആശുപത്രിയിലും പറഞ്ഞത്. 1 മാസം മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിലായിരുന്നു സജി. ചൊവ്വാഴ്ചയാണ് മീഷ്മ അച്ഛനെതിരെ ചേർത്തല പോലീസിൽ പരാതി നൽകിയത്. സജിയുടെ തല സോണി ചുമലിലിടിപ്പിച്ച് പരിക്കേൽപ്പിച്ചെന്നാണ് മീഷ്മയുടെ മൊഴി. തുടർന്നാണ് സോണിയെ കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. ബുധനാഴ്ച പുറത്തെടുത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മക്കളായ ബെന്നോബിയുടെയും മീഷ്മയുടെയും സാന്നിധ്യത്തിൽ അതേ കല്ലറയിൽ സംസ്കരിച്ചു. ജനുവരി 8-ന് ആക്രമണം നടന്നപ്പോൾ തന്നെ മകൾ മീഷ്മ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചിരുന്നതാണ്. എന്നാൽ കൺട്രോൾ റൂമിൽ നിന്ന് തിരികെ വിളിയെത്തിയപ്പോഴേക്കും അമ്മയെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള തിരക്കായതിനാൽ കോൾ എടുക്കാനായില്ലെന്ന് മീഷ്മ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞു. എന്നാൽ പിന്നീട് പോലീസ് വിളിച്ചപ്പോൾ അച്ഛൻ ഉപദ്രവിക്കുമെന്ന ഭയത്താലും അമ്മ രക്ഷപ്പെടുമെന്ന് കരുതിയുമാണ് കോണിപ്പടിയിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്ന് പറഞ്ഞതെന്ന് മൊഴിയിലുണ്ട്. സജി മീഷ്മയെ അത്താഴം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അച്ഛനുമായി ബന്ധമുള്ള സ്ത്രീയുടെ പേരിൽ ഇരുവരും തമ്മിൽ സംസാരമുണ്ടായത്. ഇതിഷ്ടപ്പെടാതിരുന്ന അച്ഛൻ തെറി വിളിച്ച് ഇരു കവിളുകളിലും കയ്യിലും ഇടിക്കുകയും അമ്മയുടെ തല പിടിച്ച് ഭിത്തിയിൽ ശക്തിയായി ഇടിക്കുകയും ചെയ്തു. അമ്മ നിലത്തേക്ക് കുഴഞ്ഞു വീഴുന്നത് കണ്ടാണ് പുറത്തേക്ക് ഓടിയതെന്നും മൊഴിയിലുണ്ട്. പുറത്തേക്ക് ഓടിയ മീഷ്മ വീടിന് സമീപം താമസിക്കുന്ന ബന്ധുക്കളായ ദമ്പതിമാരെയാണ് കാര്യം അറിയിച്ചത്. അവർ വീട്ടിലെത്തിയെങ്കിലും സോണി വീട്ടിൽ കയറ്റിയില്ല. പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ് മടക്കി. മീഷ്മ വീട്ടിൽ കയറി നോക്കുമ്പോൾ സജിയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. ഛർദ്ദിക്കുകയും ചെയ്തു. വീണ്ടും അയൽപ്പക്കത്തുള്ള ബന്ധുവിനെ വിവരം അറിയിച്ചതോടെയാണ് ഓട്ടോയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും മീഷ്മയുടെ മൊഴിയിലുണ്ട്.